സലോൺ ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യപ്രകാരം പറയുന്നുണ്ട്. പ്രവാചകഗണം ഏലീശയോട് പറയുക, പ്രവാചകനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഹല്ലേലൂയ ഇച്ചിരി പരിമിതമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത്ര സ്ഥലമില്ല. അതുകൊണ്ടൊരു വിശാലതയിലേക്ക് നമുക്കൊരു പാർപ്പിടം ഉണ്ടാക്കാം. അതിന് നമുക്ക് തടി വെട്ടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തടി വെട്ടാനായിട്ട് അവർ യോർദാൻ അരികിലേക്ക് പോവുകയാണ്. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ കോടാലി ഊരി വെള്ളത്തിൽ വീഴുന്നു. അങ്ങനെ ഒരാൾ നിലവിളിച്ച് പറയാം, അയ്യോ യജമാനനെ, അത് ഞാൻ കടം മേടിച്ചുകൊണ്ടുവന്ന കോടാലി, അത് എടുത്തു തരണമെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുക. അപ്പോൾ ഈ പോകുമ്പോൾ തന്നെ യജമാനനോട് അല്ലെങ്കിൽ പ്രവാചകനോട് ഏലീശയോട് അവർ എന്താ പറയുന്നത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് വരട്ടോ എന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങൂടെ ഞങ്ങളുടെ കൂടെ വരണം, സദയം അങ്ങുകൂടി ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഏലീശയുമായിട്ടാണ് അവർ പോകുന്നത് അല്ലേ. സ്തോത്രം. അപ്പോഴത്തേക്ക് പോകുമ്പോൾ ആ കോടാലി വെള്ളത്തിൽ വീഴുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന, പ്രവാചകനെ ഞാൻ വായ്പ വാങ്ങിയതാ, ഒന്നെന്നെ സഹായിക്കണം, എനിക്ക് തിരിച്ചു കൊടുക്കാതെ നിർവാഹമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അടുത്ത് നിന്നൊരു മരത്തിൻ്റെ കമ്പ് വെട്ടി വെള്ളത്തിയിടുന്നു, കോടാലി പൊങ്ങി വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയാം. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കുഴിച്ചിടപ്പെട്ടത്, ഒന്നുകിൽ നിങ്ങളുടെ ഭാവിയായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ എന്താ പറയുന്നത് എല്ലാ മേഖലകളും നിങ്ങൾക്ക് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് അതെല്ലാം മണ്ണിനകത്തിട്ട് മൂടിയിട്ട് ശത്രു അതിൻ്റെ മേൽ നിന്നുകൊണ്ട് നിന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാലോചന നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റെടുക്കാം. ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങൾ എവിടാണോ ഹല്ലേലൂയ കുഴിച്ചിടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ എവിടെയാണോ ശത്രു കുഴിച്ചിടപ്പെട്ടത്, അതെല്ലാം ദൈവനാമനിമിത്തം, ദൈവത്തിൻ്റെ നാമനിമിത്തം, ദൈവമഹത്വ നിമിത്തം അതെല്ലാം പൊങ്ങി വരാൻ പോവുക. ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നീ വിചാരിച്ചു ഒരിക്കലും അത് നടക്കത്തില്ല, ഒരിക്കലും അതെൻ്റെ കരങ്ങളിൽ കിട്ടത്തില്ല, നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതിയത് ചിലത് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിൻ്റെ കരങ്ങളിൽ കിട്ടാൻ പോവുക. വെള്ളത്തിനകത്ത് നിന്ന് ഇരുമ്പ് പൊങ്ങി വന്നെങ്കിൽ ഹല്ലേലൂയ, ഇരുമ്പ് വെള്ളത്തിനകത്ത് നിന്ന് പൊങ്ങി വരാനായിട്ട് അസാധ്യമാണ്. എന്നാൽ ദൈവപ്രവൃത്തി നിമിത്തം ആ ഇരുമ്പ് വെള്ളത്തിനകത്തുനിന്ന് പൊങ്ങി വന്നു എങ്കിൽ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ഒരു അസാധാരണമായ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ ചില താണുപോയ അനുഭവങ്ങളിൽ നിന്ന് നീ പൊങ്ങി വരാൻ പോവുക. നീ പലരോടും കർത്താവിനെ പറ്റിയും കർത്താവ് ചെയ്ത അത്ഭുതത്തെപ്പറ്റിയും വിവരിക്കാൻ പോവുക. തയ്യാറായിക്കൊള്ളുക. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.